ലണ്ടനിൽ നിന്ന് ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? ഒരുപക്ഷെ നമ്മളിൽ പലരും ആലോചിക്കും, വിദേശത്തുള്ള ഒരാൾ നമ്മളെ എന്തിനാണ് ഇങ്ങോട്ട് പരിചയപ്പെടാൻ വരുന്നതെന്ന്. ജിജ്ഞാസയോടെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. പിന്നെ മെസ്സേജുകളായി, സംസാരമായി പതിയെ ആ സൗഹൃദം വളരും. പക്ഷേ ഇവിടെയാണ് ചതിയുടെ വലിയൊരു കുരുക്ക് മുറുകുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് മധ്യപ്രദേശിലെ ഗ്വാളിയോറിലുള്ള ഒരു കോൺട്രാക്ടറുടെ പണം ഇങ്ങനെ നഷ്ടമായത്. എത്രയാണെന്നോ? 1.25 ലക്ഷം രൂപ. വെറും ഒരു ഫ്രണ്ട് റിക്വസ്റ്റ്. അതിൽ നിന്ന് തുടങ്ങിയ കഥയാണിത്. നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ അത് നമ്മുടെയോ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയോ കഥയാകാൻ സെക്കൻഡുകൾ മതി. പണം വെറും പണമല്ല, കഠിനാധ്വാനം ചെയ്ത് നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന സമ്പാദ്യം. ഒരു വശത്ത് സ്വർണ്ണവിലയും ചിലവുകളും റോക്കറ്റ് പോലെ കുതിക്കുകയാണ്. 22 ക്യാരറ്റ് സ്വർണത്തിന് ഇന്നത്തെ വില 1,12,920 രൂപയാണ്. ഈ സമയത്ത് ഓരോ രൂപയും എങ്ങനെ ലാഭിക്കാമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ പണം എങ്ങനെ തട്ടിയെടുക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു വലിയ സംഘം തന്നെ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾക്കൊരു വിദേശ സുഹൃത്തുണ്ടാകുന്നു. അവർ പറയുന്നു അവർ ഇന്ത്യയിലേക്ക് വരികയാണെന്ന്. കൂടെ കയ്യിലുള്ളത് 95,000 ബ്രിട്ടീഷ് പൗണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിലൊരു കമ്മീഷൻ കിട്ടുമല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയൊരു അത്യാഗ്രഹമാണ് അവരെ സഹായിക്കുന്നത്. ഗ്വാളിയോറിലുള്ള ആ മനുഷ്യന് പറ്റിയതും ഇത് തന്നെയാണ്. ലൂസി ചാൾസ് എന്നായിരുന്നു ആ ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ പേര്. വാട്സാപ്പിൽ എത്തിയപ്പോൾ അത് ഡോക്ടർ പാട്രീഷ്യയായി. ഇന്ത്യയിലേക്ക് വരുമ്പോൾ തന്റെ പക്കൽ ലക്ഷക്കണക്കിന് രൂപയുടെ വിദേശ കറൻസി ഉണ്ടെന്നും അത് മാറ്റാൻ സഹായിച്ചാൽ വലിയൊരു തുക കമ്മീഷനായി നൽകാമെന്നും പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വിശ്വസിച്ചു. പിന്നെ വന്നത് മുംബൈ എയർപോർട്ടിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോൺ കോളാണ്. നിങ്ങളുടെ പേരിൽ ഒരു വിദേശ കറൻസി പാർസൽ വന്നിട്ടുണ്ട്, അത് ക്ലിയർ ചെയ്യാൻ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. 5-10 രൂപയല്ല. ആദ്യം ചോദിച്ചത് 38,500 രൂപ. ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ഇതിന് പിന്നാലെ ക്ലിയറൻസ് ചാർജ്, പ്രോസസ്സിംഗ് ഫീസ്, അങ്ങനെ പല പേരിൽ പല തവണയെ അദ്ദേഹം അയച്ചു കൊടുത്തത് ഏകദേശം 1.27 ലക്ഷം രൂപയാണ്. ഇതാണ് അവർ ഉപയോഗിക്കുന്ന രീതി. ആദ്യം ഒരു ഇമോഷണൽ ട്രാമ്പ്, പിന്നെ വിശ്വാസം നേടിയെടുക്കും. അതിനുശേഷം വലിയൊരു ലാഭം കാണിച്ച് നമ്മളെ മോഹിപ്പിക്കും. അവസാനം ഭീഷണിയിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കസ്റ്റംസ് ആണെന്ന് പറഞ്ഞുകൊണ്ടോ നമ്മളെ പേടിപ്പിക്കും. വിദേശത്ത് നിന്ന് വരുന്ന ഗിഫ്റ്റുകൾ, പണം ഇതൊക്കെ കിട്ടാൻ വേണ്ടി മുടക്കാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അതൊരു ചതിക്കുഴിയാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ വൈകരുത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ന് ഇന്ത്യയിൽ സൈബർ തട്ടിപ്പുകൾ അത്രയ്ക്ക് കൂടിയിരിക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിക്കണം, എന്തിനാണ് അപരിചിതരായ ആളുകൾ നമുക്ക് ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്? നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രം മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പോകരുത്. 1.27 ലക്ഷം എന്ന് പറയുന്നത് ഒരു വലിയ തുകയാണ്. ഒരു ശരാശരി മലയാളിക്ക് അതൊരു വലിയ സമ്പാദ്യമാണ്. പണം പോയി കഴിഞ്ഞ് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത് നോക്കണം. ഇനി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് പണം അയക്കുകയല്ല. ആരെങ്കിലും പണം ചോദിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ കൃത്യമായി പരിശോധിക്കുക. ഗവൺമെന്റ് ഏജൻസികൾ ഒരിക്കലും വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് പണം അടയ്ക്കാൻ ആവശ്യപ്പെടാറില്ല. ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്. നമ്മുടെ ഓൺലൈൻ ലോകത്തെ പെരുമാറ്റ രീതികൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അതൊരു വ്യാജ പ്രൊഫൈലാണോ എന്ന് ചെക്ക് ചെയ്യണം. അവരുടെ ഫോട്ടോകൾ ഗൂഗിൾ റിവേഴ്സ് ഇമേജ് സെർച്ച് ചെയ്ത് നോക്കിയാൽ പലപ്പോഴും സത്യാവസ്ഥ പുറത്തു വരും. പിന്നെ അജ്ഞാതരായ ആളുകൾ പണത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ അപ്പോൾ തന്നെ ആ കോണ്ടാക്ട് ബ്ലോക്ക് ചെയ്യുന്നതാണ് ബുദ്ധി. നമ്മളൊരു ലോൺ എടുക്കാൻ പോകുമ്പോൾ 100 വട്ടം ആലോചിക്കാറുണ്ട്. ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നോക്കുമ്പോൾ പ്രിന്റിംഗ് വരെ വായിച്ചു നോക്കും. അതേ ജാഗ്രത നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ഉണ്ടായിരിക്കണം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു നമ്പർ ഉണ്ട്, 1930. സൈബർ തട്ടിപ്പിനിരയായാൽ ഒട്ടും വൈകാതെ ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുക. ഗ്വാളിയോറിലെ ആ കോൺട്രാക്ടർ ഒടുവിൽ ഈ നമ്പറിൽ വിളിച്ചാണ് പരാതി നൽകിയത്. പക്ഷേ അപ്പോഴേക്കും പണം നഷ്ടമായിരുന്നു. നമുക്ക് ചുറ്റും ഒരുപാട് ഡിജിറ്റൽ ചതിക്കുഴികളുണ്ട്. വാട്സാപ്പിൽ വരുന്ന വർക്ക് ഫ്രം ഹോം മെസ്സേജുകൾ, ഷെയർ മാർക്കറ്റിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്യുന്ന ഗ്രൂപ്പുകൾ, ഇതൊക്കെ ഇതുപോലെ തന്നെ പണം തട്ടാനുള്ള പുതിയ വഴികളാണ്. പണം ഉണ്ടാക്കാൻ കുറുക്കുവഴികളില്ല എന്ന സത്യം നമ്മൾ എപ്പോഴും ഓർക്കണം. ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളുടെ വീട്ടിലുള്ള പ്രായമായവരോടും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികളോടും ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് സംസാരിക്കണം. കാരണം സൈബർ ക്രിമിനലുകൾ ലക്ഷ്യമിടുന്നത് വിവരക്കേടല്ല, മറിച്ച് നമ്മുടെ വിശ്വാസത്തെയും അറിവില്ലായ്മയുമാണ്. ഓരോ ദിവസവും സ്വർണ്ണവിലയും ഇന്ധനവിലയും മാറുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ജീവിത ചെലവ് കൂടുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ കയ്യിലുള്ള തുക സുരക്ഷിതമായി വെക്കുക എന്നതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. സത്യം പറഞ്ഞാൽ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ദേഷ്യത്തേക്കാൾ കൂടുതൽ സങ്കടമാണ് തോന്നുന്നത്. ഒരു നേരത്തെ ആവേശത്തിൽ എടുത്തു ചാടി ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ പണം കളഞ്ഞു കുളിക്കുന്നവർ. പണം പോയാൽ അത് തിരിച്ചു വരാൻ വളരെ പ്രയാസമാണ്. പക്ഷെ ജാഗ്രതയുണ്ടെങ്കിൽ നമുക്കത് വരുത്താതെ തന്നെ നോക്കാം. വിദേശത്ത് നിന്ന് ഒരു ഫോൺ കോൾ വന്നാൽ വമ്പൻ ഗിഫ്റ്റ് കിട്ടിയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒന്ന് ചിരിക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്യുക. കാരണം സൗജന്യമായി ആരും ഇവിടെ ഒന്നും തരുന്നില്ല. നമ്മുടെ അധ്വാനത്തിന് മാത്രമേ വിലയുള്ളൂ.
ഈ വീഡിയോ ഒരു മുന്നറിയിപ്പാണ്, ഇതൊരു അറിവ് കൂടിയാണ്. ഇത് മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക. കാരണം നിങ്ങളുടെ ഒരു ഷെയർ ഒരു പക്ഷേ മറ്റൊരാളുടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടാതെ സംരക്ഷിച്ചേക്കാം. പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, സുരക്ഷിതമായിരിക്കുക.